ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഫെന്നമോളുടെ പല്ല് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇന്നലെ നമ്മൾ സൈൻ ലെവലിൽ പോയതിനൊരു കാരണമുണ്ട്, ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണെന്ന്. അതെന്താണെന്നും കൂടി പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മോളുടെ പല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ച് പൊങ്ങിയിട്ടാണുള്ളത്. അതുമാത്രമല്ല, അവൾക്ക് അഡ്നോയിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ പല്ലങ്ങനെ പൊങ്ങുന്നത്. വായ തുറന്നിട്ടാണ് നൈറ്റ് അവൾ ഉറങ്ങുന്നത് കേട്ടോ. പക്ഷെ അതൊരു സർജറിക്കുള്ള പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ഈ സ്പ്രേ കൊടുക്കുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ മൂക്കിലേക്ക് സ്പ്രേ ചെയ്തിട്ട് അതാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടും ചെറുതായിട്ട് ഇപ്പോഴും വാ തുറന്നിട്ട് തന്നെയാണ് അവൾ ഉറങ്ങാറുള്ളത്. അവൾക്ക് ശ്വസിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സൈഡ് ലെവലിൽ പോയിട്ട് ഈ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ട സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പുതിയ പടത്തിൻ്റെ ചർച്ചയാണോ മീറ്റിംഗ് ആണോ എന്നൊക്കെ ഉള്ളത്. കാരണം ഇവരറിയുന്നവർ എന്തായാലും അങ്ങനെ ചോദിക്കുള്ളൂ. ഇത് നമ്മുടെ പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ ബാസിക്ക പ്രൊഡ്യൂസർ മാത്രമല്ല, നല്ലൊരു ഡെൻറ്റിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആളുടെ ഹോസ്പിറ്റൽ വരുന്നത് മലപ്പുറത്താണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എഡിറ്റിങ്ങും ഡബിങ്ങും ഒക്കെ നടക്കുകയാണ് നമ്മുടെ ഫിലിമിൻ്റെ. ആ സമയത്ത് ഞാനിങ്ങനെ മോളുടെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് അഡിനോയിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ പല്ലിന് കമ്പി ഇടേണ്ടി വരുമോ, അത് കഴിഞ്ഞ് നോർമലായിട്ട് അത് ശരിയാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കിത് ഇത് ഇടേണ്ടി വരും, കമ്പിയല്ല, ഒരു എന്താ പറയുക, ഒരു ബെൽറ്റ് പോലെ. അത് 10 വയസ്സിന് മുമ്പാണെങ്കിൽ അത് ചെയ്യാതെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ആലുവ ഒരു ക്ലിനിക്കിൽ പോയിട്ട്, അതായത് ബാസിക്കയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് ആലുവ, അവിടെ പോയിട്ട് ബാസിക്ക തന്നെ ഇത് അളവെടുത്ത് കൊണ്ടുപോകാം. ഇനി വരുമ്പോൾ ഈ ബെൽറ്റ് റെഡിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കാരണം ഇത് കൊച്ചിയിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഭയങ്കര കോസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇത് അവിടുന്ന് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ യൂബർ ബുക്ക് ചെയ്തത് മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ടായിരുന്നു, ആലുവ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലേക്കുമായിരുന്നു. സോ ഞങ്ങൾ മെട്രോയുടെ ഫ്ലൈ ഓവറിൽ കൂടെ കയറിയിട്ട് ഇറങ്ങി പോവുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ക്ലിനിക്ക്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോഴേക്കും കൺസൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തുറന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള വെജ് റെസ്റ്റോറൻറ്റും ഇവരുടെ തന്നെയാണ് കേട്ടോ. ഇവർ പൈ ബ്രാഹ്മിൻസ് ആണ്. വളർച്ച ഏകദേശം എത്തിയില്ലേ? എന്താ ചെയ്യാ? ഞാൻ സൂചി വെക്കണില്ലേ, ഇപ്പൊ ഞാൻ സൂചി വെക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. വേദന അറിയില്ല. ആർക്കാ വേദന അറിയാത്തത്? എനിക്ക് വേദന അറിയില്ല. മോൾക്ക് ചെറിയ വേദന. പറ്റുമോ? പറ്റില്ല. ഏറ്റവും നല്ലതെന്ന് തരാനോ, ഈ പല്ലും എടുക്കാം. ഞാൻ മരുന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ പോയി എടുത്താൽ മതി കേട്ടോ. എടുക്കുമോ വീട്ടിൽ നിന്ന്? പറ്റുമോ? അത് ഭയങ്കര വർത്താനാണ് അറിഞ്ഞത് കേട്ടോ. വർത്താനം കുറക്കാമോ? കഴിഞ്ഞിട്ടുണ്ടോ? എന്താ സന്തോഷം. പറിക്കുകയും ചെയ്യും, സൂചിയും വെക്കും. മോള് ഹാപ്പിയാ. എൻ്റെ പറിക്കട്ടെ. എൻ്റെ പല്ല് കാണിച്ചാ പല്ല് കേടുണ്ട്. അല്ല, ഫുള്ള് കേട്. എൻ്റെ കാണിച്ചാ ഒറിജിനൽ ആരാന്റെ പല്ലൊക്കെ എടുക്കുന്നു.
മാറിക്കൊടുക്കാം അവിടുന്ന്. പിന്നല്ലാണ്ട് ഇതിന്റെ പേര് സൈക്കിൾ ഒറിജിനലാണ്. ഒറിജിനൽ പല്ലാണ്. ചോദിച്ചോക്കാം പോയി ചോദിച്ചത് ഒറിജിനലാണോ? ഒറിജിനലാ ചോദിച്ചോക്കാം. ഇത് ഒറിജിനലാ? ഒറിജിനലാ പോയി ചോദിച്ചോ. കേടുണ്ട്. താഴത്തുണ്ടല്ലേ? പുറത്തേക്കിട്ടെ 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 ഉള്ളിട്ടെ പുറത്തേക്കിട്ടെ. ഇത് വീട്ടിൽ പോയി എടുത്തു കൊടുക്കണം കേട്ടോ. വീട്ടിൽ പോയിരിക്കില്ലേ? ഞാൻ മാസ്ക് തന്നെ ഇട്ട് പോയാൽ മതി കേട്ടോ. പ്രശ്നമില്ല, നാളെ രാവിലെ എടുത്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ സംസാരിക്കേണ്ട പെന്നാ ഉണ്ടായിരുന്നോ? സംസാരിക്കണ്ട. ഇപ്പൊ തരും പുറത്ത് വരുന്ന നിങ്ങളുണ്ടാവും. എന്ത് വേദന ഉണ്ടാവും. അല്ലേ? കാലിൽ നോക്കിയാ കാലിൽ നോക്കി ടാറ്റെടുക്കുക. ഇതിൻ്റെ കൂടെ 2 പല്ലായിട്ട് വന്ന് 2 പല്ല് നമുക്ക് കാണിച്ചാൽ കഴിഞ്ഞിട്ട് കാണിച്ചാൽ മറ്റേ പല്ല് പോരില്ല. ഫുൾ എടുക്കണ്ട അങ്ങനെ വേറെ ഉണ്ടാവില്ല. രുചിക്കാനുണ്ട് കഴിഞ്ഞാൽ അങ്ങനത്തപ്പോ പുതിയ ടെക്നിക്കാണ്. എടുക്കണ്ടേ? അങ്ങനെ വെക്കോ. രണ്ട് പല്ല് പോകുന്നുണ്ട് കയ്യിലുണ്ട് കേട്ടോ. മുന്നോട്ടേക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. പറയുമ്പോൾ അങ്ങനെ തന്നെ കഴിച്ചു കുടിക്കാം കേട്ടോ. അങ്ങനല്ല അങ്ങനെ കേട്ടോ. കടിച്ച് അവിടെ ഫ്രണ്ട് അമർത്തിക്കട്ടെ. എല്ലാം അമർത്തിക്കട്ടെ. അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ അല്ലേ? 5 മിനിറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുതേ. ഇല്ല ഒന്നും അടയാളം വെക്കാൻ. എന്നാ ഇത്ര പേടിയാക്ക്. ഉമ്മാന്റെ പല്ലിച്ചിട്ടാണ് എൻ്റെ വല്ല ഏയ് ആകെ കോന്ത്രമ്പല്ലേ.
അത് ചൂടാണോ? Can I wash my mom? ചോദിക്കണേ. അങ്ങനെ പല്ലിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ബെൽറ്റ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം.